ഇറാനെതിരായ ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും ആണവ കേന്ദ്രങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേൽ വളരെ അടുത്തെത്തി. ഇസ്രായേലിനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ അനുവദിക്കില്ല. എന്നാൽ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് മുൻപ് ആക്രമണം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാകുമെന്നല്ല ഇതിനർത്ഥമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ എത്തിപ്പെടാൻ പ്രയാസമുള്ള ഫോർഡോ ഭൂഗർഭ ആണവ കേന്ദ്രത്തിൽ US നാശനഷ്ടങ്ങൾ വരുത്തിയതായി നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ നാശനഷ്ടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദമായി പറഞ്ഞില്ല. ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ ഇസ്രായേൽ നീക്കം ചെയ്യുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ ആക്രമണം പൂർത്തിയാകും, പോരാട്ടം അവസാനിക്കും, അതിനപ്പുറത്തേക്ക് പോകില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണിതെന്നതിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ടാണ് നിലനിൽപ്പിന് ഭീഷണികളായ ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഇല്ലാതാക്കാൻ ഞങ്ങൾ ഈ നടപടി ആരംഭിച്ചത്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് ഞങ്ങൾ പടിപടിയായി നീങ്ങുകയാണ്. അവ പൂർത്തീകരിക്കുന്നതിന് ഞങ്ങൾ വളരെ അടുത്താണെന്നും നെതന്യാഹു പറഞ്ഞു. 2024 സെപ്റ്റംബറിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിനു ശേഷം ടെഹ്റാൻ ആണവായുധവൽക്കരണത്തിലേക്ക് കുതിച്ചതിനാലാണ് ഇസ്രായേലിന് നടപടിയെടുക്കേണ്ടി വന്നതെന്നും നെതന്യാഹു പറഞ്ഞു. പ്രതിമാസം 300 ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടത്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പകുതിയിലധികം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും നീക്കം ചെയ്തതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്റെ ആശങ്കകൾ പങ്കുവച്ചതായും ഭീഷണിയുടെ വ്യാപ്തി അദ്ദേഹത്തിന് മനസ്സിലായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.